വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന ആദ്യ മണിക്കൂറുകളിൽ കുത്തിയൊഴുകുന്ന പുന്നപ്പുഴയ്ക്ക് കുറുകെ കയറിലൂടെ അതിസാഹസികമായി യാത്ര ചെയ്തതാണ് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ഡോക്ടർ ലവ്ന മുഹമ്മദും സംഘവും. ചികിത്സ ഉറപ്പാക്കിയത് ഇത്തരത്തിലായിരുന്നു. റോപ്പ് വഴി വനിതാ ഡോക്ടർ മറുകരയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. നല്ല പേടിയുണ്ടായിരുന്നുവെങ്കിലും തന്നാലാവുന്നത് ചെയ്യണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് പുഴയ്ക്ക് അക്കരെ കടക്കാൻ തീരുമാനിച്ചതെന്ന് ഡോക്ടർ ലവ്ന മുഹമ്മദ് ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു. കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാകരങ്ങളുമായി നിരവധി പേരാണ് ദുരന്തമുഖത്ത് എത്തിയത്. കുത്തിയൊലിക്കുന്ന പുഴയോ ചെളിയോ പ്രതികൂല കാലാവസ്ഥയോ ഒന്നും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നില്ല. കൈമെയ് മറന്ന് രക്ഷാപ്രവർത്തകരെല്ലാം ഒരുമിച്ച് നിന്നു. അതിലൊരാളായിരുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ എമർജൻസി വിഭാഗം സീനിയർ ഡോക്ടറായ ലവ്ന മുഹമ്മദും. ഏറെ വെല്ലുവിളി നിറഞ്ഞ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനും അവരെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാനും ലവ്ന ഉൾപ്പെട്ട മെഡിക്കൽ സംഘത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ചൂരൽമലയെ രണ്ടായി പിളർത്തിയ പുന്നപ്പുഴയുടെ മറുകരയിൽ കുടുങ്ങിയവരെ സുരക്ഷിതമായി ഇക്കരെ എത്തിക്കാനും അവർക്ക് വേണ്ട ചികിത്സ നൽകാനും ലവ്ന ഡോക്ടർ റോപ്പിൽ കയറി മറുകരയിലേക്ക് പോയി. അവിടെ എത്തി പരിക്കേറ്റവർക്കെല്ലാം പ്രാഥമിക ചികിത്സ നൽകി. ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ സേവനം ഉപയോഗിച്ച് ആശുപത്രിയിൽ എത്തിക്കാനും ലവ്ന ഡോക്ടർ നേതൃത്വം നൽകി. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് എനിക്ക് അവർ ഒരുപാട് ധൈര്യം തന്നു. സ്റ്റാർട്ടിങ്ങിലൊരു ഭയം ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തും ചെറിയൊരു മൂവ്മെൻറ്റിലൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയതിന് ശേഷം വളരെ നിസ്സഹായരായ കുറേ ജനങ്ങളെ കണ്ടപ്പോൾ പിന്നെ ഭയത്തിനൊന്നൊരു പ്രസക്തി ഇല്ലാണ്ടായി മാറിയതാണ്. ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടത്തിൽ പോലും ആർക്കും ചികിത്സ വൈകരുത് എന്ന് മാത്രമാണ് ഡോക്ടർ ചിന്തിച്ചത്. ഡോക്ടറെ പോലുള്ളവർ തന്നെയാണ് ഈ ഒരു അതിജീവനത്തിൻ്റെ കാലത്ത് നമുക്കൊക്കെ പ്രതീക്ഷയും കരുത്തും പ്രചോദനവും എല്ലാം ആകുന്നത്. വിഷ്ണു സാനന്ദിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.